ഇന്ത്യയുടെ വിനോദസഞ്ചാര വൈവിധ്യങ്ങൾ ഇനി കുവൈറ്റിലെ നിരത്തുകളിലും. ഇന്ത്യ കുവൈറ്റ് തന്ത്രപ്രധാന പങ്കാളിത്തത്തിൻ്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം ക്യാമ്പയിന് കുവൈറ്റിൽ തുടക്കമായി. കുവൈറ്റിലെ പ്രശസ്തമായ കുവൈറ്റ് ടവറിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപതി, TEC CEO അൻവർ അബ്ദുള്ള അൽ ഹുലൈലയും ചേർന്ന് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിൻ്റെ തെരുവുകളിൽ ഇനി ഭാരതത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ വിരുന്നെത്തും. കേരളത്തിലെ കായൽ ഭംഗിയും മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും മുതൽ കാശ്മീരിലെ മഞ്ഞു പുതച്ച മലനിരകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 20ഓളം ബസ്സുകളാണ് കുവൈറ്റ് നിരത്തുകളിൽ ഒരു മാസക്കാലം പര്യടനം നടത്തുക. കുവൈറ്റിന്റെ നിരത്തുകളിൽ ഇനി ഇന്ത്യൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ വിരുന്നെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ വർഷത്തെ കുവൈറ്റ് സന്ദർശന വേളയിൽ രൂപീകരിച്ച ഇന്ത്യ കുവൈറ്റ് തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ നീക്കം. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠിയും കുവൈറ്റ് ടൂറിസ്റ്റിക് എന്റർപ്രൈസസ് കമ്പനി CEO അൻവർ അബ്ദുള്ള അൽ ഹുലൈലയും ചേർന്ന് പ്രചാരണ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി ഇന്ത്യയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത 20 ബസ്സുകളാണ് നിരത്തിലിറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ശാന്തമായ കായൽ പരപ്പുകൾ, മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ, ഋഷികേശിലെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ഗീർ വനത്തിലെ വന്യജീവി ദൃശ്യങ്ങൾ, ലഡാക്കിലെ നുബ്ര വാലി, കാശ്മീരിലെ ഗുൽമാർഗ് തുടങ്ങി ഇന്ത്യയുടെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബസ്സുകളാണ് കുവൈറ്റിലുടനീളം സർവീസ് നടത്തുക. വിനോദസഞ്ചാരത്തിനൊപ്പം പരിസ്ഥിതി സൗഹൃദ സന്ദേശവും ചടങ്ങിന്റെ ഭാഗമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏക് പേഡ് മാ കെ നാം പദ്ധതിയുടെ ഭാഗമായി അംബാസിഡർ പരിമിത ത്രിപതി കുവൈറ്റ് ടവർ അങ്കണത്തിൽ വേപ്പിൻ തൈ നട്ടു. കുവൈറ്റ് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് സുഗമമായി യാത്ര ചെയ്യാൻ വിസ സൗകര്യം നിലവിൽ വന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം പദ്ധതിയുടെ ഭാഗമായി അംബാസിഡർ കുവൈറ്റ് ടവേഴ്സ് പരിസരത്ത് വേപ്പിൻ തൈ നട്ടു. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇതുവരെ 140 കോടിയിലധികം തൈകളാണ് ആഗോളതലത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മനോഹരമായ കായൽപ്പരപ്പുകളും മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും ക്യാമ്പയിൻ്റെ ഭാഗമായി ബസ്സുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഋഷികേശിലെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, ഗീർ വനത്തിലെ വന്യജീവി അനുഭവങ്ങൾ, മഹാരാജാസ് എക്സ്പ്രസ് ലക്ഷറി ട്രെയിൻ എന്നിവയും പ്രചാരണത്തിലുണ്ട്. ലഡാക്കിലെ സുബ്രവാലി, കാശ്മീരിലെ ഗുൽമാർഗ്, ഹൈദരാബാദിലെ ചാർമിനാർ, രാജസ്ഥാനിലെ ഹവാമഹൽ, ജൽമഹൽ തുടങ്ങിയ പ്രശസ്തമായ സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. combines the incredible tourist destinations of India and the iconic Kuwait Towers.
I am sure this is just the beginning of a very productive collaboration between the MC and TEC, and we look forward to greater cooperation in the coming months. ഇന്ത്യൻ ടൂറിസം മേഖലയുടെ കരുത്ത് വിളിച്ചോതുന്ന കണക്കുകളാണ് എംബസി പുറത്തുവിട്ടത്. 2024 മാത്രം 2 കോടിയിലധികം വിദേശ വിനോദസഞ്ചാരികൾ ഇന്ത്യ സന്ദർശിച്ചു. സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP-യിലേക്ക് 5.2% ടൂറിസം മേഖലയുടെ സംഭാവന. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ $100 കോടി തുക ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇന്ത്യ ചെലവഴിച്ചിട്ടുണ്ട്. കുവൈറ്റ് പൗരന്മാർക്കായി ഏർപ്പെടുത്തിയ വിസ സൗകര്യം വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. പൊതുജനങ്ങൾക്ക് ഈ ക്യാമ്പയിന്റെ ഭാഗമാകാൻ എംബസി ഒരു മത്സരവും ഒരുക്കിയിട്ടുണ്ട്. നിരത്തുകളിലൂടെ ഓടുന്ന ഈ ബസ്സുകളുടെ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. യാത്രക്കാർക്കായി ഒരു പ്രത്യേക മത്സരവും എംബസി ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റ് നിരത്തുകളിലൂടെ ഓടുന്ന ഇൻക്രെഡിബിൾ ഇന്ത്യ ബസ്സുകളുടെ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ എംബസിയെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും. കുവൈറ്റിലെ മാധ്യമപ്രവർത്തകർ, ട്രാവൽ ഏജൻസികൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുവൈറ്റിലെ വിനോദസഞ്ചാരികളെ ഇന്ത്യയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാൻ 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ പ്രചരണ പരിപാടി വലിയ സഹായമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുവൈറ്റിലെ പൗരന്മാർക്കും പ്രവാസികൾക്കും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരവും പ്രകൃതി ഭംഗിയും അടുത്തറിയാൻ ഈ ക്യാമ്പയിൻ വഴി തുറക്കും.